ശരിക്കും ഉമ്മമാരെ കണ്ടല്ലോ. നിങ്ങളൊക്കെ ഈ കുട്ടികളെ സ്നേഹിച്ച് നിൽക്കുന്നതിൻ്റെ പ്രത്യേകത എത്രയെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല ഉദ്ധരിച്ചിട്ടുണ്ട്, കണ്ണുനീര് വരും പറഞ്ഞാൽ. ആയിഷ ബീവി റളിയല്ലാഹു തആല ഒരു ദിവസം ഒരു കാഴ്ച കണ്ടു. ജാഅത്നി മിസ്കീനത്തുൻ തഹ്മിലു ഇബ്നതൈനിലഹാ തഹ്മിലു ഇബ്നതൈനിലഹാ. രണ്ട് ചെറിയ പെൺകുട്ടികളെയും ഒക്കത്ത് പിടിച്ചിട്ട്, രണ്ട് ചെറിയ പെൺകുട്ടികൾ അങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു പാവപ്പെട്ട മിസ്കീനത്തായ പെണ്ണ് ഒരു ദിവസം അവരുടെ വീട്ടിൽ വന്നു. ആരുടെ വീട്ടിൽ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഒരു മിസ്കീനത്തായ പെണ്ണ് വരിക, ഒരു ദരിദ്രയായ പെണ്ണ് വരികയാണ്. ആ പെണ്ണ് വരുമ്പോൾ ആ പെണ്ണിൻ്റെ കൂടെ രണ്ട് പെൺകുട്ടികൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ കുറേ സ്ത്രീകൾ ഇരിക്കണ്ടല്ലോ, അന്നമില്ല കുട്ടികൾക്ക്, ഭക്ഷണമില്ല കുട്ടികൾക്ക്, ആ സ്ത്രീക്ക് പോലും അന്നമില്ല. അങ്ങനെ ആ കുട്ടി സാധുവായ ആ പെണ്ണ് ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. ആ രണ്ട് കുട്ടികളെയും കൊണ്ട് ഈ പെണ്ണ് വരുന്ന സമയത്ത് ആയിഷ ബീവി കാണുകയാണ്. ആ സന്ദർഭത്തിൽ ആ പെണ്ണിന് ആയിഷ ബീവി മൂന്ന് കാരക്കെടുത്തു. സന്തോഷത്തോടുകൂടി 3 കാരക്ക കൊടുത്തു. ആ 3 കാരക്ക കൊടുത്തപ്പോൾ ഹദീസിൽ പറയുന്നുണ്ട്, ഓരോ കാരക്ക ഈ കുട്ടികൾക്ക് കൊടുത്തു. കുട്ടികൾക്ക് വിശപ്പ്, ആ ഒരു കാരക്ക കിട്ടിയാൽ നമുക്ക് അതിൻ്റെ വിലപ്പം മനസ്സിലാവൂല. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു വന്ന ആൾക്കാരായിരിക്കും. ഇനി പോയിട്ടൊരു പക്ഷേ അതിനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. നാളെ നേരം വെളുത്താൽ എന്ത് കഴിക്കണം തീരുമാനിച്ച് നാളേക്ക് എന്താണ് പ്രാതലിന് അല്ലെങ്കിൽ നാസ്തക്ക് ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിച്ച് വന്ന ആൾക്കാരായിരിക്കും ആൾക്കാരൊക്കെ. നമ്മളൊക്കെ സൗകര്യത്തിലാണ്. നേരെ മറിച്ച് നിങ്ങൾ ഓർക്കണം, ഈ ഒന്നും നിന്നാലില്ല. ഈ കാര കിട്ടിയപ്പോൾ ആർത്തിയോടുകൂടിയ കുട്ടികൾ തിന്നു. പെണ്ണിനുണ്ടല്ലോ വിശപ്പ്. 3ാമത്തെ ഒരു കാരക്ക ഉണ്ടല്ലോ, ആ 3ാമത്തെ കാരക്ക ആ പെണ്ണ് തൻ്റെ വായിലേക്ക് എടുക്കുകയാണ്. ആ വായിലേക്ക് ആ പെണ്ണ് 3ാമത്തെ കാരക്ക കൊണ്ടുപോകും മുമ്പ് കുട്ടികളുടെ 2 കാരക്കയും കുട്ടികൾ ആർത്തിയോടെ തിന്നു. ഉമ്മാന്റെ വായിലേക്ക് വെക്കുന്ന കാരക്കക്ക് 2 കുട്ടികളും കൈ നീട്ടി. ചരിത്രം പറയുന്നു, ഹദീസിലുണ്ട്, ഫശക്കത്തി തമ്രത്തുല്ലത്തി കാനത് തുരീദു അൻ തഅകുലഹാ ബൈനഹുമാ. ആ പെണ്ണ് എന്ത് ചെയ്തു? ആരക്ക ഇങ്ങനെ പിച്ചു ചീന്തി സ്വന്തം വായിലേക്ക് ആ ഉമ്മ കൊണ്ടുപോയിരുന്ന കാരക്ക 2 കഷ്ണമാക്കിയിട്ട് 2 കുട്ടികളുടെ കയ്യിലും കൊടുത്തു. ഉമ്മ തിന്നാൻ കരുതിയിരുന്ന കാരക്ക വീണ്ടും കുട്ടികൾക്ക് കൊടുത്തു. ഉമ്മ പട്ടിണി കിടന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ രംഗം ഇങ്ങനെ കണ്ടിട്ട് കണ്ണുനീര് വന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ വന്നപ്പോൾ ഈ സംഭവം അങ്ങ് വിശദീകരിച്ചു കൊടുത്തു. നബി തങ്ങൾ എല്ലാം കേട്ടു. എല്ലാം കേട്ട ശേഷം നബി തങ്ങൾ ഒറ്റ വാക്കാണ് പറഞ്ഞത്, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ, ആ പെണ്ണിന് ആ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് പടച്ചറബ് സ്വർഗം ഉറപ്പാക്കിയിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുത്താൽ കിട്ടുന്ന ഗുണത്തിൻ്റെ ഗൗരവം കണ്ടോ നിങ്ങൾ? ആ കുട്ടിക്ക് നമ്മൾ മതം പഠിപ്പിക്കാതെ കുട്ടിയെ വഴിയാധാരമാക്കി കുട്ടി വഴിപിഴച്ചു പോയി തമ്മാടിത്തം ചെയ്താൽ, നിങ്ങളെ പെൺകുട്ടി ആരാ എൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്? ദീനറിയാത്തത് കൊണ്ടാണ്, റബ്ബിനെ പേടിയില്ലാത്തത് കൊണ്ടാണ്. അവൾ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ നിങ്ങളെ കോടതിയിൽ വരുത്തിയിട്ട് എനിക്ക് 18 വയസ്സായി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുമെന്ന് പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയത് ദീൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. അന്നം കൊടുക്കാത്തത് കൊണ്ടല്ല, വസ്ത്രം കൊടുക്കാത്തത് കൊണ്ടല്ല, സൗകര്യത്തിൽ വളർത്താത്തത് കൊണ്ടല്ല. നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കണം, നിങ്ങളെ കുട്ടി നിങ്ങളെ കുടുംബത്തെയും നിങ്ങളെയും മാനം കെടുത്തുന്നുവെങ്കിൽ, നിങ്ങൾ ആൺകുട്ടി അങ്ങാടിയിൽ മദ്യപിച്ച് വീണ് കിടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ അഭിമാനത്തിന് ക്ഷതം വരും. നിങ്ങളെ കുട്ടി ഒരു കളവ് കേസിൽ പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. പ്രായപൂർത്തിയുടെ കാലം പോലും കുട്ടിക്ക് മതം കൊടുക്കാത്തവരാണ് നിങ്ങൾ. അന്ന് ആ കുട്ടിക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല. നിങ്ങൾക്കറിയാമല്ലോ 15 വയസ്സ് വരെയെങ്കിലും ചുരുങ്ങിയത് എൻ്റെ കുട്ടിക്ക് മതം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം? കുടുംബജീവിതം പോലും തകരുന്നില്ലേ? മാതാപിതാക്കൾ പോലും 4 വഴിക്കാകുന്നില്ലേ? എത്രയോ കുടുംബത്തിൽ മാതാപിതാക്കളെ അവഗണിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവനും അവൻ്റെ ഭാര്യയും ഒരു ഗ്രൂപ്പായി നിൽക്കുന്നുണ്ട്. എത്രയോ വീട്ടിലുണ്ട്. നമ്മളിതൊക്കെ നടന്നു നോക്കിയാൽ അനുഭവ. അവനെ വിവാഹം കഴിച്ചു, ഉമ്മ സ്നേഹിച്ചു, ഉപ്പ സ്നേഹിച്ചു, വളർത്തി, നല്ലൊരു കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ അവനും ഭാര്യയും മാത്രമാണ്. പിന്നൊന്നുമില്ല. ഉമ്മാനെ പരിഗണിക്കൂല, വാപ്പാനെ പരിഗണിക്കൂല. എന്തൊരു ഗൗരവമുള്ള കാര്യമാണ് ഇത്. സമ്പത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന മക്കള്. ബാപ്പ എത്രയോ വീട്ടിൽ ഇപ്പോൾ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഉത്തരവാദികൾ നമ്മുടെ മക്കളായതിൻ്റെ കാരണം അവർക്കത് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പ പ്രായമായി ഏതാണ്ട് ഒരു മധ്യവയസ്സോ കഴിഞ്ഞു. ദൗർഭാഗ്യവശാൽ ഉമ്മാക്കൊരു രോഗം വന്ന് ഉമ്മ മരിച്ചുപോയി. ദൗർഭാഗ്യവശാൽ ഈ ബാപ്പാക്ക് ജീവിതത്തിലൊരു തുണ വേണ്ടേ? ഈ ജീവിതത്തിൽ അയാൾക്ക് അയാളുടേതായ ആവശ്യം നിർവഹിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആവശ്യം കേവലം ലൈംഗികത മാത്രമല്ലല്ലോ. ഒരു പ്രായമായ മനുഷ്യന് ഭാര്യ മരിച്ചു പോയാൽ വേറൊരു വിവാഹം കഴിക്കാൻ പോലും മക്കൾ തടസ്സം നിൽക്കുന്നു. എന്താ കാരണം? എത്രയോ കുടുംബത്തിലെ ആളുകൾ അങ്ങനെ സ്വകാര്യമായി നമ്മളോട് പറയാറുണ്ട്. എന്താ കാര്യം? മക്കൾ തടസ്സം നിൽക്കുന്നു. ഈ ബാപ്പാൻ്റെ ഒരു ഇണജീവിതം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഉപ്പാക്ക് എന്തെങ്കിലും ഒരു സ്വകാര്യ കാര്യം ചെയ്തു കൊടുക്കണമെങ്കിൽ
ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റാർക്കും നിൽക്കാൻ പറ്റൂല. അത് ആൺമക്കൾക്കും നിൽക്കാൻ പറ്റൂല, പെൺമക്കൾക്കും നിൽക്കാൻ പറ്റൂല. ആ സ്ഥാനത്ത് അയാൾക്ക് വിവാഹം കഴിക്കാൻ മക്കൾ തടസ്സം. എന്താ കാരണം? അബദ്ധവശാൽ ഇനി കുഞ്ഞുണ്ടായാലും സമ്പത്ത് വീതം വെക്കേണ്ടി വരും. ഇതാണ് പ്രശ്നം. ഈ വൃത്തികേട് നമ്മുടെ സമൂഹം പണത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരായി. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. എത്ര വിധവകൾ, അതുപോലെ ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചുപോയ വിധവകൾ, അവർക്ക് വേറെ വിവാഹം കഴിക്കാൻ ചിലപ്പോൾ മക്കളായിരിക്കും തടസ്സം. എന്തിന് തടസ്സപ്പെടുത്തേണ്ട ആവശ്യം എന്താ? നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഇൽമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് അലിവ് നഷ്ടപ്പെടുകയാണ്. അറിവുള്ളപ്പോഴേ അലിവുണ്ടാകൂ. റഹ്മത്തുണ്ടാകണമെങ്കിൽ മനസ്സിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിയണം. അത് ഭൗതിക വിദ്യ പഠിച്ചുകൊണ്ട് മാത്രം ഉണ്ടാവില്ല. കൗടുംബിക ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാര്യയെ കട്ടപ്പെടുത്താൻ പാടില്ല, ഉമ്മാനെയും കട്ടപ്പെടുത്താൻ പാടില്ല, രണ്ടു കൂട്ടരെയും കട്ടപ്പെടുത്താൻ പാടില്ല. മകൻ വിവാഹം കഴിച്ചാൽ ഉമ്മാക്ക് എൻ്റെ സ്നേഹം അവൻ്റെ കയ്യിൽ നിന്ന് അവൻ എന്നോട് കാണിക്കുന്ന സ്നേഹം അവൾ കൊണ്ടുപോയോ എന്ന് തോന്നാൻ പാടില്ല. രണ്ടുപേർക്കും ആ സ്നേഹം പകുത്തു കൊടുക്കാനുള്ള ബുദ്ധി മക്കൾ കാണിക്കണം. ഉമ്മക്ക് കൂടുതൽ സ്നേഹം രണ്ടുപേരും കൂടി കൊടുക്കണം. ഒരു ഉമ്മാക്കൊരു മരുമകളെ കിട്ടിയാൽ മകൻ്റെയും മരുമകളുടെയും സ്നേഹം ഒപ്പം കിട്ടണം. നേരെ മറിച്ചോ അവരുടെ രണ്ടുപേരെയും സ്നേഹം ഒരു ഭാഗത്തേക്ക് ചുരുങ്ങിപ്പോൾ അവർ ടൂറും അവരെ കാര്യം അവരെ സന്തോഷം മാത്രമാക്കി നോക്കുമ്പോഴോ ആ കുടുംബത്തിൽ പൊട്ടലും ചീറ്റലും ഉണ്ടാകും. സമൂഹത്തിൽ അതല്ലേ ഉണ്ടാവുന്നത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതൊക്കെ അറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ എന്താണ് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത് പഠിക്കണം. ദീൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. ആ ദീന് മനസ്സിലാക്കണമെങ്കിൽ മതവിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. മതവിദ്യ ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും പറ്റില്ല. അതാണ് അവിടെ മതവിദ്യക്കാണ് പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മതവിദ്യയോടൊപ്പം ഈ കുട്ടിക്ക് സകല ഭൗതിക വിദ്യയും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷം അനുസരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ ഭൗതിക വിദ്യ കൊടുക്കണം. ഒരു 10ാം ക്ലാസ് പാസ്സായിട്ടിരുന്നാൽ പോരാ, ഏതെങ്കിലും ഒരു കോഴ്സിന് പഠിച്ചാൽ പോരാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ രാജ്യത്തെ ഉയർന്ന പദവിയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുചെന്ന് വിടണം. ഉയർന്ന പദവി എന്ന് പറയുമ്പോൾ നാളത്തെ ഇവിടുത്തെ ഉയർന്ന പോലീസ് ഓഫീസർ എന്തുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് ആയിക്കൂടാ? ഇവിടുത്തെ ജില്ലാ കലക്ടർ എന്തുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് ആയിക്കൂടാ? ഇവിടുത്തെ ഒരു ADM നിങ്ങളെ മക്കൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? ഒരു വകുപ്പിൻ്റെ സെക്രട്ടറി നിങ്ങളുടെ മകനായിക്കൂടാ? എന്തുകൊണ്ട്? നിങ്ങൾ സിവിൽ സർവീസിന് നിങ്ങളെ മക്കളെ പറഞ്ഞയക്കാൻ ഒന്ന് പരിശ്രമിച്ചാൽ നടക്കുമല്ലോ. ഇത്ര വലിയ കെട്ടിടമില്ലേ നമുക്ക്? ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിക്ക്. ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ രാവിലെ ഒരു 9:30 മണിക്ക് അത് അടക്കും. 9:30 മണിക്ക് അത് അടച്ചാൽ പിന്നെ സാധാരണ ദിവസങ്ങളിൽ രാത്രി മദ്രസയുണ്ടെങ്കിൽ മഗ്‌രിബിന്റെ ശേഷം ഒരു 9 മണി വരെ ഓടും. രാത്രി മദ്രസ ഉണ്ടോ? ചില സ്ഥലത്ത് ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടോ? ഇല്ല, പൂട്ടിയിടല. ആകെ നിങ്ങൾ ഈ മദ്രസ 2-3 മണിക്കൂർ ഈ കെട്ടിടം ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് എന്താ? ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുക, ചത്ത നിക്ഷേപം. ഇത്ര ലക്ഷം രൂപ ചെലവാക്കി ഇത്ര നല്ല മനോഹരമായ സുന്ദരമായ ഒരു മദ്രസ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഒരു ആഴ്ചയിൽ, ചിലപ്പോൾ ഞായറാഴ്ച ചിലപ്പോൾ പകൽ ക്ലാസ് നടക്കുന്നുണ്ടാകും. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും മാക്സിമം 2-3 മണിക്കൂർ മാത്രം ഒരു കെട്ടിടം ഉപയോഗിക്കുന്ന അവസ്ഥ നമ്മുടെ മദ്രസക്ക് മാത്രമേ ഉണ്ടാവൂ. ഒരു സർക്കാർ ഓഫീസിനും ഒരു സ്കൂളിനും അങ്ങനെ ഉണ്ടാവില്ല, ഒരു കമ്പനിക്കും ഉണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തപ്പെടുന്നത് മതവിദ്യ പഠിക്കാനാണ്. എന്നാൽ അതിൻ്റെ ബാക്കി സമയം വെച്ച് കുട്ടികൾക്ക് എന്തുകൊണ്ട് നമുക്ക് ആവശ്യമായ ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് PSC കോച്ചിങ് നടത്തിക്കൂടാ? ആ കുട്ടികൾക്ക് എന്തുകൊണ്ട് സിവിൽ സർവീസ് പരിശീലനത്തിന് കേന്ദ്രമുണ്ടാക്കിക്കൂടാ? കുട്ടികൾക്ക് ആവശ്യമായ മറ്റ് വിദ്യാഭ്യാസം എന്തുകൊണ്ട് കൊടുത്തുകൂടാ? സമത്വക്ക് തന്നെ ഫാദില കോഴ്സ് പോലെ സ്ത്രീകൾക്ക് 2 വിദ്യാഭ്യാസം ഒരേ കേന്ദ്രത്തിൽ പഠിക്കാനുള്ള സംവിധാനമുണ്ടല്ലോ. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു നല്ല സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കെട്ടിടത്തെ ഉപയോഗപ്പെടുത്തണ്ടേ? ഇതിനു വേണ്ടി പണം ചെലവഴിച്ചത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണ്ടേ? അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ സമൂഹം ഉണ്ടാക്കി തീർക്കുമ്പോഴേ അത്തദ്ബീറു നിസ്ഫുൽ മഈഷ, പ്ലാനിംഗ് ആണ് ജീവിതത്തിന്റെ നേർപകുതി. പ്ലാനിംഗ് ഇല്ലാത്തൊരു സമൂഹത്തിന് വിജയിക്കാൻ കഴിയില്ല. അത്തദ്ബീർ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന്റെ അത്തദ്ബീറു ഖബലൽ അമലി യുഅ്മിനു കന്നദം എന്നാണ്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരില്ല. നമ്മൾ പ്ലാൻ ചെയ്യണം, എടുത്ത് ചാടുകയല്ല വേണ്ടത്. നാളെ തന്നെ പോയിട്ട് എന്തോ ചെയ്യണം എന്നല്ല. ഒന്ന് ഇരുന്ന് ആലോചിച്ച് നമ്മുടെ ഈ കിട്ടണം യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമുദായത്തിന് ഉപകാരമുള്ള എന്ത് കാര്യം നമുക്കതിൽ ചെയ്യാൻ പറ്റും എന്ന് ശരിക്ക് നമ്മൾ ചിന്തിച്ച് ആലോചിച്ചൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ സർക്കാരിൽ നിന്ന് സഹായം കിട്ടുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവുമല്ലോ, ഇവിടെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകുമല്ലോ. അവരെ സേവനം നിങ്ങൾ സ്വീകരിക്കുക. അവരും വേണ്ട ദീനിന് സേവനം ചെയ്യുക. അവർ രാവിലെ അവരുടെ ഓഫീസിൽ പോയി വൈകുന്നേരം തിരിച്ചു പോകുന്ന മാസത്തിൽ ശമ്പളം വാങ്ങിയാൽ മതിയോ? പോരാ, അവർ ഈ ഉമ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എല്ലാം കമ്മിറ്റിയുടെ തലയിൽ വെച്ച്, കമ്മിറ്റിക്കാരും തലയിൽ മുഴുവൻ ഭാരം വെച്ച് അവസാനം സെക്രട്ടറി എല്ലാ ഭാരവും പേറുന്ന അവസ്ഥ, അതുപോലെ തന്നെ മഹലിൻ്റെ പ്രസിഡന്റ് എല്ലാ ഭാരവും പേറുന്ന അവസ്ഥ. അങ്ങനെയല്ല വേണ്ടത്. എല്ലാവരും കൂടി ചേർന്ന് ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ മഹലിൽ എങ്ങനെ കുട്ടികൾക്ക് മതവിദ്യയും ഭൗതിക വിദ്യയും ഒരുമിച്ച് കൊടുക്കാം, എങ്ങനെ ഈ കുട്ടികളെ നല്ല നിലക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായി ഒരു മാർഗം നമുക്ക് വരച്ച് കാണിക്കാൻ കഴിയും. അതല്ലേ വേണ്ടത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുവരുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് ഒരുമിച്ച് നിൽക്കണം.